നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുകയാണ്. 2025 പുതുവർഷം വരാൻ പോകുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും പുതുവർഷത്തെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും വളരെ സന്തോഷം നിറഞ്ഞതും ഐശ്വര്യപൂർണവുമായിരിക്കട്ടെ ഈ പുതുവർഷം എന്ന് ആശംസിക്കുകയാണ്. 2025 ജനുവരി 1 മുതൽ ഡിസംബർ മാസം വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ ഒരു വർഷത്തെ ഫലമാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് പുതുവർഷ ഫലത്തിലേക്ക് കിടക്കാം. അതിൽ ഞാൻ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്, ഒരു നക്ഷത്ര ഫലം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 100-ൽ 5% കാര്യങ്ങൾ മാത്രമാണ്. ആ വ്യക്തിയുടെ കൃത്യമായ ഫലങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രായത്തെയും ജനനസമയത്തെയും അടിസ്ഥാനപ്പെടുത്തി അവരവരുടെ ഗ്രഹനില തയ്യാറാക്കി വേണം മനസ്സിലാക്കാൻ. ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വ്യത്യസ്ത പ്രായക്കാരുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നക്ഷത്രഫലം നമുക്കിതിലൂടെ പറയാൻ സാധിക്കാതെ വരും. എങ്കിലും അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാർക്ക് പൊതുവായി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഗ്രഹസഞ്ചാരം മനുഷ്യനെ പല രീതിയിലും ബാധിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ചില ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് ചിന്തിക്കുന്നു. ജ്യോതിഷ പ്രകാരം പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരം അനുസരിച്ചും കാലത്തിന്റെ മുന്നോട്ടുള്ള ഗതി അനുസരിച്ചും മനുഷ്യ ജീവിതത്തിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ നക്ഷത്രഫലം അറിയാൻ അവരവരുടെ ജാതകം പരിശോധിക്കണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൊതു നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് 2025 എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2025 എന്ന പുതുവർഷം വളരെ സന്തോഷം നിറഞ്ഞതും അതുപോലെ സൗഭാഗ്യങ്ങളോട് കൂടിയതും ധനാഭിവൃദ്ധിയും തൊഴിലിലെ മുന്നേറ്റവും എല്ലാറ്റിനുപരിയായിട്ട് ചില ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന വർഷവും കുടുംബത്തിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യവും സർഗാത്മകമായ കഴിവിലൂടെ ധനപുരോഗതി നേടാൻ കഴിയുന്ന വർഷവും ഒക്കെ ആയിട്ടാണ് പൊതു നക്ഷത്രഫലത്തിലൂടെ കാണുന്നത്. 2025 ജനുവരി മുതൽ മെയ് മാസം വരെ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസക്കാലം ഒരുപാട് നല്ല കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും. എന്നാൽ മെയ് മാസത്തിന് ശേഷം ജൂൺ, ജൂലൈ മാസങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ മെയ് മാസം 14 മുന്നോടിയായിട്ട് ധനപുരോഗതിക്കായിട്ട് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ വലിയ രീതിയിലുള്ള ധന ഇടപാടുകളൊക്കെ ചെയ്യുന്നതും ഈ നക്ഷത്രക്കൂറുകാർക്ക് ശുഭകരമായിരിക്കും. അതുപോലെ തന്നെ 2025 മാർച്ചോട് കൂടിയിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് 7.5 ശനി തുടങ്ങുന്നുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ മാർച്ച് 29 ശേഷം ഈ നക്ഷത്രക്കൂറുകാർക്ക് അവരുടെ കർമ്മപഥത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നു. അഥവാ തൊഴിലുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നു. ഒരുപക്ഷെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്കും അതുപോലെ ജോലിയിൽ നിന്ന് സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ, ജോലിയിൽ നിന്ന് മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ഈ ഒരു കാലയളവ് ശുഭകരമായിരിക്കുമെങ്കിലും സ്ഥിരതയോടുകൂടി ജോലിയിൽ തുടർന്നു പോകുന്ന ആളുകൾക്ക് പെട്ടെന്നുണ്ടാവുന്ന സ്ഥാനമാറ്റങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം എന്നും കാണുന്നുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ മേടക്കൂറുകാർക്ക് മാർച്ച് 29 മുന്നോടിയായിട്ട് ചെയ്യേണ്ടതായിട്ട് കാണുന്നു. എല്ലാ ആളുകളും ഒരുപോലെയല്ല പ്രാർത്ഥന ചെയ്യുന്നത്. ചിലര് അവരവരുടെ വിശ്വാസപ്രകാരം തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്തു പോകും. ചില ആളുകൾ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ജീവിതത്തിന്റെ ഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്തു പോകും. അഥവാ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ല എന്ന് വരുമ്പോൾ അവരവരുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഭാഗ്യമുള്ള സമയങ്ങളെ കണ്ടെത്തി ആ സമയത്ത് കൂടുതൽ നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുകയും നിർഭാഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും മുന്നോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പുതുവർഷം മേടക്കൂറുകാർക്കും ഭാഗ്യമുള്ള വർഷമായിട്ട് മാറും. 7.5 ശനി കാര്യമായി ഈ നക്ഷത്രക്കൂറുകാരെ ബാധിക്കുന്നില്ല എങ്കിലും ഈ നക്ഷത്രക്കൂറിന്റെ 12ാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുകയാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ 7.5 ശനിയുടെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം എന്നുള്ളത് കൊണ്ട് ധനനഷ്ടം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് 2025 മാർച്ച് 29 ശേഷം കൂടുതൽ നല്ലതാണ്. എന്നാൽ 1-2 മാസങ്ങൾ ചില തടസ്സങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും തുടർന്ന് കർമ്മ തടസ്സങ്ങൾ മാറി കൂടുതൽ ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രക്കൂറുകാരിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് മഹാഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്
ചില ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇനി ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. അതിൽ ആദ്യം പറയേണ്ടത് വ്യക്തിപരമായിട്ടുള്ള അപൂർവതയാണ്. അത് വളരെയേറെ കൂടുതലുള്ള വർഷമായിട്ട് തന്നെയാണ് ഈ 2025 മേടക്കുറവർക്ക് വരുന്നത്. അതുപോലെ ധനപുരോഗതി ഉണ്ടാവാനുള്ള സാധ്യതയും ഉള്ള വർഷമാണ്. സഹോദര ബന്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ടവരിൽ നിന്നോ ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കാനോ അവരിലൂടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനോ ഒക്കെയുള്ള ഭാഗ്യം കാണുന്നു. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും സന്താന കാര്യങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങളും രോഗം, ശത്രുത എന്നിവ കൊണ്ട് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്ന വർഷമായിട്ടും ഈ വർഷത്തെ കാണാം. ഇവിടെ ഏഴര ശനിയുടെ കാഠിന്യം ഇതേ നക്ഷത്രക്കൂറുകാർക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്രകാരം ഏതെങ്കിലും രീതിയിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണ് ഈ നക്ഷത്രക്കൂറുകാർ എങ്കിൽ അതിനുള്ള പരിഹാര പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും പൊതുവിൽ ചിന്തിക്കുമ്പോൾ ദോഷഫലങ്ങൾ കുറവുള്ളതും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളുമാണ് ഈ പുതുവർഷത്തിൽ മേടക്കൂറുകാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത. ഇനി ഇടവക്കൂറുകാരെ കുറിച്ചാണ്. കാർത്തികയുടെ അവസാനത്തെ 40 നാഴിക രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കൂറുകാർക്കാണ് 2025 ഏറ്റവും കൂടുതൽ ഭാഗ്യം വരാൻ വേണ്ടി പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് 2.5 വർഷക്കാലത്തെ കണ്ടകശനി മാറാൻ പോകുന്ന ഒരു പുതുവർഷമാണ് 2025. മാത്രമല്ല 2025 3 മാസം മാത്രമേ ഇടവക്കൂറുകാർക്ക് കണ്ടകശനിയുള്ളൂ. അപ്രകാരം ചിന്തിക്കുമ്പോൾ ബാക്കി വരുന്ന 9 മാസങ്ങളും ഈ നക്ഷത്രക്കൂറുകാർക്ക് വളരെയേറെ ഭാഗ്യമുള്ള മാസങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ധനപുരോഗതിയും അപൂർതിയും ഐശ്വര്യവും സംഗീതാദി കലകളിൽ ശോഭിക്കാനുള്ള ഭാഗ്യവും തീർത്ഥാടനം, ദൂരയാത്രകൾ, വിദേശത്ത് പോകാനുള്ള ഭാഗ്യം തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഈ പുതുവർഷത്തിൽ ഇടവക്കൂറുകാരെ കാത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ്. എന്നാൽ കണ്ടകശനിയെ കുറിച്ചുള്ള കൃത്യമായ വീഡിയോസുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. കണ്ടകശനി കാലത്ത് ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ പുതുവർഷം തുടങ്ങുമ്പോൾ തന്നെ ഇടവക്കൂറുകാർക്ക് കൂടുതൽ ശ്രദ്ധ അവരവരുടെ കർമ്മതലത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിലും അനിവാര്യമാണ്. എന്നാൽ ആ ഒരു ദോഷ കാലയളവ് മറികടക്കുമ്പോൾ മഹാഭാഗ്യമായിരിക്കും ഈ നക്ഷത്രക്കൂറുകാർക്ക് പിന്നീട് വരാൻ പോകുന്നത്. വ്യാഴം നക്ഷത്രരാശിയിൽ നിന്ന് 2ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ദൈവാധീനം വർദ്ധിക്കുന്ന കാലയളവായി മാറും. ഒരുപക്ഷെ മുൻപ് ചെയ്തിരിക്കുന്ന പല പ്രാർത്ഥനകൾക്കും കർമ്മങ്ങൾക്കുമെല്ലാം കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകുന്ന വർഷമായിട്ട് 2025 മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് വളരെ ഭാഗ്യാനുഭവങ്ങളാണ് ഈ പുതുവർഷത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇടവക്കൂറിന്റെ കർമ്മഭാവത്തിലായിരുന്നു ശനി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലിലെ പ്രശ്നങ്ങൾ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടായിട്ടുണ്ടാകും. മാത്രമല്ല ഇടവക്കൂറിൽപ്പെട്ട ഒട്ടുമിക്ക നക്ഷത്രക്കൂറുകാർക്കും തർക്കം, വഴക്ക്, കേസ് തുടങ്ങിയ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കാരണം ഓരോ നക്ഷത്രക്കൂറുകാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ഈശ്വരാധീനത്തിന്റെ വ്യത്യാസവും ഭാഗ്യവും ഒക്കെ അനുസരിച്ച് വരുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനോ ചിലപ്പോൾ നീണ്ടു നിൽക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്രകാരം ഒക്കെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വർഷവും കൂടിയാണ് 2025. എന്നാൽ മാർച്ച് വരെയുള്ള കാലം ഇടവക്കൂറുകാർക്കും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശേഷമുള്ള കാലയളവാണ് ഇടവക്കൂറുകാർക്ക് കൂടുതൽ ഭാഗ്യം വരുന്നത്. അതുപോലെ തന്നെ മെയ് മാസം 14 ശേഷമാണ് ഏറ്റവും കൂടുതൽ ധനപുരോഗതി ഇടവക്കൂറുകാർക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ 2025 പകുതിക്ക് ശേഷമുള്ള കാലം ഇടവക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വളരെയേറെ കൂടുതലായിട്ടുണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന പല സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നതോ, പുതിയ ജീവിതാനുഭവങ്ങൾ ശുഭകരമായി ലഭിക്കുന്നതിനോ, നല്ല വിവാഹം വരുന്നതിനോ, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ മാറി സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഈ 2025 നക്ഷത്രക്കൂറുകാർക്ക് ഗുണകരമായിരിക്കുമെന്നാണ് കാണുന്നത്. ഇനി മിഥുനക്കൂറുകാരെ കുറിച്ചാണ്. മകീരത്തിന്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ 45 നക്ഷത്രക്കൂറുകാർക്ക് ഈ പുതുവർഷം ശുഭകരമായ ഒരു വർഷമാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാകാൻ പോകുന്ന 3 നക്ഷത്രക്കാരിൽ വരുന്നതാണ് മിഥുനക്കൂറിൽപ്പെട്ട 3 നക്ഷത്രക്കാര്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാരണം എന്ന് പറയുന്നത് 12ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം അഥവാ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ദേവചൈതന്യം ഈ നക്ഷത്രക്കൂറിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം 2025 മാർച്ച് 29 ശേഷം ഈ നക്ഷത്രക്കൂറുകാർക്ക് കണ്ടകശനി വരാൻ പോകുന്നു എന്നുള്ളതുമാണ്. എന്നാൽ ഇവിടെ മിഥുനക്കൂറുകാർക്ക് വലിയ ദോഷങ്ങളില്ലാത്ത കാലയളവായിട്ട് ഈ കണ്ടകശനിയുടെ തുടക്കം മാറുകയും ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെ അതിൽ നിന്ന് മുക്തരാവാനായിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പുതുവർഷ ഫലം കാണുന്നത്. അതിന് കാരണം വ്യാഴത്തിന്റെ സാന്നിധ്യം ലഗ്നത്തിൽ ഉണ്ടാകുമ്പോൾ ദോഷങ്ങൾ കുറയുകയും ഈശ്വരാനുഗ്രഹത്തിലൂടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷമായിട്ട് മാറും എന്നുള്ളതാണ്. മാത്രമല്ല
സർഗാത്മകമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളും തൊഴിൽപരമായിട്ടും മറ്റ് പല മേഖലകളിലും ശോഭിക്കാനുള്ള അവസരങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകും. എന്നാൽ കർമ്മഭാവത്തിൽ ശനി വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും സ്വഭാവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും സൂചിപ്പിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന 2025 കാലയളവ് എന്ന് പറയുന്നത് 2025 മാർച്ച് 29 മെയ് 14 ഇടയിലുള്ള കാലയളവാണ്. എന്നാൽ 2025 ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് വളരെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2025 പര്യവസാനമായിരിക്കുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലും വളരെ ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ദേവപ്രീതിയോടുകൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളായിട്ട് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെയുള്ള മാസങ്ങളെ കാണാം. ആ ഒരു കാലയളവിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഈശ്വരാധീനം വളരെ കൂടുതലായിരിക്കും. എന്നാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ജനുവരി തുടക്കത്തിൽ തന്നെ ശുഭസമയമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. കണ്ടകശനിക്ക് മുന്നോടിയായിട്ട് അഥവാ മാർച്ചിന് മുന്നോടിയായിട്ട് 2025 മിഥുനക്കൂറുകാർക്ക് ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ കണ്ടകശനി തുടങ്ങുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറി എല്ലാ കാര്യങ്ങളിലും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് വരുന്നതായിട്ടും കാണാൻ കഴിയും. ഇനി മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് കണ്ടകശനി കാലയളവ് അതാത് നക്ഷത്രക്കൂറുകാർക്ക് ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഏതെങ്കിലും ദോഷഫലങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്തെ കണ്ടെത്തി അത്തരം സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുകയും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്താൽ ദോഷഫലങ്ങൾ ഉണ്ടാകാതിരിക്കാനും മാത്രമല്ല കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നേടാനും ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഓരോ വർഷങ്ങളിലും ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് മോശം കാര്യങ്ങളും സംഭവിക്കുന്നു. എന്നാൽ മോശം കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കുകയും നല്ല കാര്യങ്ങളെ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്രകാരം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇതിനെ കാണുമെന്ന് കരുതുന്നു. കാരണം മോശം കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ സങ്കടപ്പെടുകയല്ല, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് കൂടുതൽ പരിശ്രമിച്ച് ശുഭകാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക. അപ്രകാരമാണെങ്കിൽ ഓരോ പുതുവർഷത്തെയും നമുക്ക് മനോഹരമാക്കി തീർക്കാൻ സാധിക്കും. ഇനി കർക്കിടക്കൂറുകാരെ കുറിച്ചാണ്. പുണർദത്തിന്റെ അവസാനത്തെ 15 പൂയമായില്ല. ഈ 3 നക്ഷത്രക്കൂറുകാർക്കും ദോഷഫലങ്ങളെല്ലാം മാറുന്ന ഒരു കാലയളവായിട്ട് 2025 കാണാം. 2025 മാർച്ചോട് കൂടിയിട്ട് ഈ നക്ഷത്രക്കൂറുകാരുടെ അഷ്ടമശനി മാറുകയാണ്. എന്നാൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് ശനി പ്രവേശിക്കുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ എത്രയേറെ കഷ്ടപ്പാടുള്ള ആളുകൾക്കും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത് ഇതിലൂടെ സൂചിപ്പിക്കുന്നു. എന്നാൽ 11ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മെയ്യോടുകൂടി 12ലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവപ്രീതി കുറഞ്ഞു പോകാനോ ദൈവിക കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വരികയോ ഒക്കെ ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും കൊടുത്താൽ ഒരു പരിധിവരെ കർക്കിടക്കൂറുകാർക്കും 2025 എന്ന പുതുവർഷം മനോഹരമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക ഇടപാടുകൾ, വീടിന്റെ കാര്യങ്ങൾ, സന്താന കാര്യങ്ങൾ, തൊഴിൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകും. സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ പോകുന്ന കാലയളവായിട്ടാണ് 2025 കർക്കിടക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. ഇവിടെ ഒരുപക്ഷെ 2025 തുടങ്ങിയാലും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കർക്കിടക്കൂറുകാർക്ക് തോന്നാം. കാരണം അഷ്ടമശനി മാർച്ച് വരെ നീണ്ടു പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന കാലയളവ് ഈ നക്ഷത്രക്കൂറുകാർക്ക് ശുഭകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ്. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ 15 ഈ 3 നക്ഷത്രക്കൂറുകാർക്കും മഹാഭാഗ്യമായിട്ട് 2025 മാറാൻ പോകുന്നു. വിവാഹം നടക്കുക, ആഗ്രഹിച്ച ജോലി ലഭിക്കുക, കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, തർക്കങ്ങൾ, വഴക്കുകൾ എന്നിവയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ സാധിക്കുക, പങ്കെടുക്കുന്ന കാര്യങ്ങളിലും കേസുകളിലുമൊക്കെ വിജയിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ, എല്ലാറ്റിനുപരിയായിട്ട് ആളുകളെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാനോ അല്ലെങ്കിൽ ഉന്നത ജോലി നേടാനോ ഒക്കെയുള്ള യോഗഭാഗ്യങ്ങളോട് കൂടിയാണ് 2025 ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. കണ്ടകശനിയുടെ കാഠിന്യം മൂലം സംഭവിച്ചു പോയിട്ടുള്ള ചില കുടുംബ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ 2025 നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കേവലം 1-2 മാസങ്ങൾ മാത്രമായിരിക്കും ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകുക. അത് കഴിയുമ്പോൾ അതിനെല്ലാം പരിഹാരം കാണാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ശുഭത കൈവരിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവായിട്ട് 2025 മാറും. 2025 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കാലയളവ് ഈ നക്ഷത്രക്കൂറുകാരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കാലയളവാണ്. പലപ്പോഴും ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമായിട്ട് ഈ സമയത്തെ കാണാം. എല്ലാറ്റിനുപരിയായിട്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഭാഗ്യമുള്ള സമയമാണ്. പുതിയ വീടെടുക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്.
കർമ്മത്തിലെ തടസ്സങ്ങൾ മാറി ധനപുരോഗതി ഉണ്ടാവുന്ന കാലയളവാണ്. അതിനെല്ലാം ഉപരിയായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും ദാനധർമാദികൾ ചെയ്യാനും ഒക്കെ യോഗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകുമെന്ന് കാണുന്നു. പലപ്പോഴും കണ്ടകശനി കാലത്ത് പരാജയങ്ങൾ ഉണ്ടാകുമെങ്കിലും അവരവരുടെ സത്യസന്ധതയും നന്മയും ഈശ്വരാനുഗ്രഹമായി നിലകൊണ്ട് 2025 കൂടി ശുഭാനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ കണ്ടകശനി കാലത്ത് കള്ളം പറയാതിരിക്കാനും അധർമ്മങ്ങൾ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നു. 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും തുടർന്ന് അങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ചിങ്ങക്കൂറുകാരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി കന്നിക്കൂറുകാരെ കുറിച്ചാണ്. ഉത്തരത്തിന്റെ അവസാനത്തെ 40 നാഴിക, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗ്യമുള്ള സമയമാണ് ഇപ്പോൾ. കാരണം കന്നിരാശിയുടെ 9ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ്. മൃത്യു പോലും മാറി നിൽക്കുന്ന കാലമാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ അവരവരുടെ ജാതക ദോഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഗ്രഹനില പ്രകാരമോ അപകടങ്ങളോ ആപത്തുകളോ ഉള്ള ആളുകൾക്ക് പോലും അത്തരം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ഇപ്പോൾ. മാത്രമല്ല ഈശ്വരാനുഗ്രഹത്തിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കും. എന്നാൽ കേതുവിന്റെ സാന്നിധ്യം ഈ നക്ഷത്രക്കൂറിലുണ്ട് എന്നുള്ളത് കൊണ്ടും സർപ്പദൃഷ്ടിയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടുമൊക്കെ ഒരുപക്ഷെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വരികയോ അറിയപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലയളവായിട്ട് മാറുമെന്നുള്ളതാണ്. എന്നാൽ അപ്രകാരമുള്ള ചില പ്രയാസങ്ങൾ മാറി കർമ്മരംഗത്ത് ശോഭിക്കാനും അറിയപ്പെടാനുമുള്ള സാധ്യതയാണ് 2025 എന്ന പുതുവർഷം ഈ നക്ഷത്രക്കൂറുകാർക്ക് സമ്മാനിക്കുന്നത്. കാരണം ഭാഗ്യമായിരിക്കുന്ന വ്യാഴം കർമ്മഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ 2025 മെയ് പകുതിയോടുകൂടി തന്നെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ കണ്ടു തുടങ്ങും. മാത്രമല്ല തൊഴിൽ പുരോഗതി ഉണ്ടാകും. സർഗാത്മകമായ കഴിവിലൂടെ ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗത്തും പല മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. തുടർ വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ മാറി ശുഭകരമായ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2025 മാർച്ച് 29 കൂടി ശനി 7ാം ഭാവത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ വൈവാഹിക ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ 2025 മാർച്ചിന് ശേഷം 2-3 മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ 1-2 മാസങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ ലളിതമായി നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചാൽ മുന്നോട്ടേക്ക് മറ്റു ദോഷങ്ങളില്ലാതെ പോകാൻ കഴിയും എന്ന് മാത്രമല്ല കൂടുതൽ ശുഭാനുഭവങ്ങൾ നേടാനും സാധിക്കുന്നതാണ്. പലപ്പോഴും ദമ്പതികളെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പിണങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുകയോ ഒക്കെ ചെയ്താൽ ഒരു പരിധിവരെ ഈ സമയത്ത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലയളവായിട്ട് കണ്ടകശനി കാലം കാണേണ്ടതുമുണ്ട്. 2025 മാർച്ചിന് ശേഷം ഡിസംബർ മാസം മുഴുവനായിട്ടും തന്നെ കണ്ടകശനി നക്ഷത്രക്കൂറുകാരുടെ കൂടെ ഉണ്ട് എങ്കിൽ പോലും ദേവപ്രീതി കർമ്മരംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ തൊഴിലിനെയോ ജീവിതത്തിനെയോ സാരമായ രീതിയിൽ ഈ കണ്ടകശനി ബാധിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനുള്ള പ്രാർത്ഥന അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ചെയ്യേണ്ടതായിട്ട് കാണുന്നു. ഇനി വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ അഥവാ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും അവരുടെ കുടുംബ ജീവിതത്തിലും പല നല്ല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയും ഈ കാലയളവിൽ കാണുന്നു. പുതിയ വീടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഭാഗ്യമുണ്ടാവാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കും. വിദേശത്ത് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. എല്ലാറ്റിനും ഉപരിയായിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള യോഗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഈ 2025 വന്നു ചേരുന്നു എന്ന് കാണുന്നു. പൊതുവിൽ 2025 കണ്ടകശനിയുടെ കാഠിന്യം കുറയാനുള്ള പ്രാർത്ഥന ചെയ്യുക എന്നതിലുപരിയായിട്ട് മറ്റു വലിയ ദോഷങ്ങളൊന്നും തന്നെ ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു കാലയളവിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്യപൂർവമായിട്ട് കണ്ടകശനി കാലത്ത് ചില നക്ഷത്രക്കൂറുകാർക്ക് വാഹനം വാങ്ങാൻ സാധിക്കും, വീടെടുക്കാൻ കഴിയും, അതുപോലെ വിവാഹം നടക്കും. അത്തരത്തിൽ ഒരു വർഷമായിട്ട് തന്നെയാണ് കന്നിക്കൂറുകാർക്ക് ഈ പുതുവർഷം വന്നു ചേരുന്നത്. ഇനി തുലാക്കൂറുകാരെ കുറിച്ചാണ്. ചിത്രയുടെ അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖത്തിന്റെ ആദ്യത്തെ 45 നാഴിക. ഈ നക്ഷത്രക്കൂറുകാർക്കും വളരെ ഭാഗ്യങ്ങൾ വരാൻ പോകുന്നു എന്ന് കാണുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് ദോഷങ്ങളില്ലാത്ത കാലയളവാണ്. 2025 മറ്റു ഒരു രീതിയിലുമുള്ള ദോഷങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉള്ളതായി കാണുന്നില്ല. കണ്ടകശനിയോ ഏഴശനിയോ ജന്മശനിയോ ഒന്നും ഇല്ലാത്ത ഒരു പുതുവർഷമായിരിക്കും തുലാക്കൂറുകാർക്കും വന്നു ചേരാൻ പോകുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാൻ കഴിയും. അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, അത് സുഹൃത്ത് ബന്ധങ്ങളാവാം അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലെ ബന്ധങ്ങളാവാം, അപ്രകാരമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമായിട്ടും ഈ 2025 തുലാക്കൂറുകാർക്ക് മാറും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള യോഗങ്ങളുണ്ട്. ബിസിനസ്സിൽ പരാജയങ്ങളെ അതിജീവിച്ച് വിജയിക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. കൂട്ടുകെട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യാനുള്ള ചില ഭാഗ്യങ്ങളും ഈ സമയത്ത് കാണുന്നു. ഇനി ദേവപ്രീതി കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് പോലും വളരെയേറെ ദേവപ്രീതി ലഭിക്കുന്ന വർഷമായിട്ട് 2025 മാറും എന്നുള്ളതാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകാനും പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വർഷമായിട്ടും ദേവകർമ്മങ്ങൾ ചെയ്യാനുള്ള യോഗഭാഗ്യങ്ങളോ ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യങ്ങളോ ഒക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ദൂരയാത്രകൾ,
തീർത്ഥാടനം തുടങ്ങിയ ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാനും ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും. വിദേശവാസ യോഗമുണ്ട്. എല്ലാറ്റിനും ഉപരിയായിട്ട് സർഗാത്മകമായ കഴിവുകൾ പ്രദർശിപ്പിച്ച് പേരും പ്രശസ്തിയും നേടാനുള്ള ചില യോഗങ്ങളും 2025 തുലാക്കൂറുകാർക്ക് വരുന്നതായിട്ട് കാണുന്നു. ദോഷഫലങ്ങൾ കുറഞ്ഞ് ശുഭാനുഭവങ്ങൾ കൂടുതൽ ഉള്ളതായിട്ടും 2025 മെയ്ക്ക് ശേഷം ദൈവപ്രീതിയോടുകൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നതായിട്ടുമാണ് 2025 നക്ഷത്രഫലം തുലാക്കൂറുകാർക്ക് കാണുന്നത്. ഇനി വൃശ്ചികക്കൂറുകാരെ കുറിച്ചാണ്. വിശാഖത്തിന്റെ അവസാനത്തെ 15 അനിഴം തൃക്കേട്ട. ഈ നക്ഷത്രക്കൂറുകാരുടെ ഭാഗ്യം തെളിയാൻ പോകുന്നു. ഒരുപാട് കാലത്തെ പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും 2025 നിഷ്പ്രയാസം ഈ നക്ഷത്രക്കൂറുകാർക്ക് നേടാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ വീടിന്റെ കാര്യങ്ങൾ, സന്താന കാര്യങ്ങൾ, അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ഈ നക്ഷത്രക്കൂറുകാർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ശുഭാനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ നക്ഷത്രക്കൂറുകാരുടെ തടസ്സങ്ങൾ മാറുന്ന ഒരു വർഷമാണ് 2025. കണ്ടകശനി മാറാൻ പോവുകയാണ്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ദോഷഫലങ്ങൾ കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ സമാധാനവും സന്തോഷവും കുടുംബത്തിൽ അനുഭവിക്കാനുള്ള യോഗമാണ് 2025 ഈ നക്ഷത്രക്കൂറുകാർക്ക് വരാൻ പോകുന്നത്. ഇതിൽ പറയുന്ന നക്ഷത്രഫലങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് ചേർന്ന് വരുന്നുണ്ടോ എന്നുള്ളത് സ്വയം വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. കണ്ടകശനി കാലം കഴിഞ്ഞിട്ടും ദോഷഫലങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കണ്ടകശനി കാലത്ത് ചെയ്യേണ്ടുന്ന പ്രാർത്ഥനകൾ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. 2025 ജനുവരിക്ക് ശേഷം മാർച്ച് വരെയുള്ള സമയങ്ങളിൽ ഇത്തരം പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഈ നക്ഷത്രക്കൂറുകാർക്ക് നല്ലതാണ്. ഇനി വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2025 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് മാർച്ച് മാസമാണ്. ദൂരയാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളും അവരുടെ കർമ്മതലത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നു. 2025 മെയ്യോടുകൂടി ചില തടസ്സങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ 2025 മെയ്യിൽ ഏതെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥന ആ സമയത്ത് ചെയ്യുക. 1-2 മാസങ്ങൾ കഴിഞ്ഞാൽ കുഴപ്പമില്ല, ശുഭകാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മറ്റെല്ലാ കാര്യങ്ങളിലും ശുഭാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് വൃശ്ചികക്കൂറുകാർക്കും പൊതു നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത്. ഇനി ധനുക്കൂറുകാരെ കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 ഈ നക്ഷത്രക്കൂറുകാർക്ക് 2025 തുടക്കം വളരെ ഭാഗ്യമുള്ളതായിട്ട് കാണുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഇവര് ചെയ്തു വെച്ചിരിക്കുന്ന പല കർമ്മങ്ങൾക്കും ശുഭഫലങ്ങൾ 2025 തുടക്കത്തിൽ തന്നെ ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. കിട്ടാനുണ്ടായിരുന്ന ധനങ്ങളൊക്കെ ഇവരിലേക്ക് വരുന്നതായിട്ടും മൂല്യവസ്തുക്കൾ വാങ്ങാനോ വിൽക്കാനുള്ള യോഗങ്ങളും കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ള ഭാഗ്യവും ഒക്കെ ധനുക്കൂറുകാർക്ക് 2025 കാണുന്നു. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള യോഗങ്ങളുണ്ട്. സൗഹൃദങ്ങളിലൂടെ ശുഭാനുഭവങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും വിവാഹം നടക്കാത്ത ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള യോഗവും ഒക്കെ 2025 കാണുന്നു. എന്നാൽ ഇവിടെ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2025 മാർച്ച് 29 കണ്ടകശനിയുടെ തുടക്കമാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ആരുടെ ഭാവത്തിലേക്ക് അഥവാ 4ാം ഭാവത്തിലേക്കാണ് ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ മാറാനുള്ള പ്രാർത്ഥന അഥവാ കുടുംബ പ്രാർത്ഥനകളൊക്കെ മാർച്ചോടുകൂടി തന്നെ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. പുതിയ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ 2025 മാർച്ചിന് ശേഷം പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കോ ഒക്കെ തുടക്കം കുറിക്കുന്നുവെങ്കിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. അവരവരുടെ നക്ഷത്ര വിധി പ്രകാരമുള്ള പ്രാർത്ഥന ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചില്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 2025 മാർച്ച് 29 ശേഷം വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥന അനിവാര്യമാണ്. എന്നാൽ 2-3 മാസങ്ങൾ ഈ തടസ്സങ്ങൾ ഉണ്ട് എങ്കിലും പിന്നീട് ശുഭാനുഭവങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ദേഷ്യം ഉണ്ടാവാനുള്ള സാധ്യത, കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ 2025 മാർച്ച് 29 ശേഷമുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അതൃപ്തി ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും ഈ സമയത്ത് അനിവാര്യമാണ്. 2025 തുടക്കം ഈ നക്ഷത്രക്കൂറുകാർക്ക് ഭാഗ്യമായിട്ടും 2025 ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് സമ്മാനാദികൾ ലഭിക്കാനോ ഭാഗ്യമുണ്ടാവാനോ ഒക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട്. കണ്ടകശനിയുടെ തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ ഈ കണ്ടകശനി കാലത്തും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് 2025 അപ്രതീക്ഷിത ധനാഗമന യോഗവും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉള്ളതായിട്ട് കാണുന്നു. ഇവിടെ കൂടുതലും ആളുകൾ ശനിയുടെയും വ്യാഴത്തിന്റെയും മാറ്റം മാത്രമാണ് ചിന്തിക്കുക. എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് മറ്റ് ശുഭഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി കൂടി ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ഫലം ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, വ്യാഴം 2025 മെയ് മാസം 14 ഈ നക്ഷത്ര രാശിയുടെ 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വരുമ്പോൾ ദേവദൃഷ്ടിയോടുകൂടിയാണ് ഈ നക്ഷത്രക്കൂറുകാർ മുന്നോട്ട് പോകുന്നത്. ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായിരിക്കും. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഏപ്രിൽ മുതൽ മെയ് 14 വരെയുള്ള സമയങ്ങളിലാണ് ഈ നക്ഷത്രക്കൂറുകാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മറ്റ് ദോഷഫലങ്ങൾ ഇല്ലാത്ത ഒരു വർഷമായിട്ട് ഈ പുതുവർഷത്തെ ധനുക്കൂറുകാർക്ക് മാറ്റാൻ കഴിയും. ഇനി മകരക്കൂറുകാരെ കുറിച്ചാണ്. ഉത്രാടത്തിന്റെ അവസാന നാഴിക, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കൂറുകാർക്ക് 7ാം ശനിയും മാറാൻ പോകുന്നു. 2025 ഒരുപാട് ഭാഗ്യമാണ് ഈ നക്ഷത്രക്കൂറുകാരെ തേടി വരുന്നത്.
തൊഴിലിലെ പുരോഗതി, ജീവിതത്തിൽ ഒരുപാട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹായത്തിലൂടെ ധനനേട്ടമോ ജീവിത വിജയമോ കൈവരിക്കാൻ കഴിയും. സർഗാത്മകമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയും. ഇപ്പോഴുള്ള ജീവിത തടസ്സങ്ങളെല്ലാം മാറി ശുഭാനുഭവങ്ങൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നു. കാരണം ഏഴര ശനി മാറാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ 2025 ജനുവരിയും ഫെബ്രുവരിയും മാസങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും മാർച്ച് മാസത്തിൽ ദേവകർമ്മങ്ങൾ ചെയ്ത് ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഭാവിയിലേക്ക് വരാൻ സാധ്യതയുള്ള ശുഭാനുഭവങ്ങൾ നേടാനും ഈ നക്ഷത്രക്കൂറുകാർക്ക് കഴിയുന്നതാണ്. നിലവിൽ ഈ നക്ഷത്രക്കൂറിന്റെ 2ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കൂറുകാർ മുന്നോട്ട് പോകുന്നത്. കർമ്മ തടസ്സങ്ങളുണ്ട്. പക്ഷേ ഈ പ്രയാസങ്ങളെല്ലാം മാറി ധനപുരോഗതി വരുന്നതായിട്ടാണ് 2025 നക്ഷത്രഫലം മകരക്കൂറുകാർക്ക് കാണുന്നത്. ശുക്രൻ നക്ഷത്രരാശിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ഏഴര ശനിയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അവരവരുടെ കയ്യിലേക്ക് വരേണ്ടുന്ന പണത്തിന് പോലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും. അഥവാ തൊട്ടടുത്ത് എത്തിയിട്ട് ധനമോ ശുഭകാര്യങ്ങളോ പെട്ടെന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാൻ കഴിയും. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറാനുള്ള പ്രാർത്ഥന അവരവരുടെ ജാതകം പരിശോധിച്ച് ഇപ്പോൾ തന്നെ ചെയ്തു പോകുക. എന്നാൽ തുടർന്ന് 2025 ഈ നക്ഷത്രക്കൂറുകാർക്ക് ശുഭാനുഭവങ്ങൾ കൂടുതൽ നൽകുന്ന വർഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2025 മെയ്ക്ക് ശേഷം വ്യാഴം 6ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ദേവപ്രീതി കുറയാതിരിക്കാനുള്ള പ്രാർത്ഥന ചെയ്തു പോകേണ്ടതുണ്ട്. മാതൃഭാവത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക, അവരെ സംരക്ഷിക്കുക, ദാനധർമാദികൾ ചെയ്യുക തുടങ്ങിയതിലൂടെ ഒരുപാട് അനുഗ്രഹം ലഭിക്കുന്ന വർഷമായിട്ടും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഒരുപക്ഷെ ദൈവാധീനത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന വർഷമായിട്ട് കാണുന്നു. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നതിലുപരിയായിട്ട് ആളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന വർഷവും കൂടിയായിരിക്കും 2025 മകരക്കൂറുകാർക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി കുംഭക്കൂറുകാരെ കുറിച്ചാണ്. അവിട്ടത്തിന്റെ അവസാനത്തെ 30 നാഴിക, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക. ഈ നക്ഷത്രക്കൂറുകാരുടെ ജന്മശനി മാറാൻ പോകുന്ന ഒരു വർഷം. ഏഴരശനി മാറുന്നില്ല എങ്കിലും ഏഴരശനിയുടെ ഏറ്റവും കാഠിന്യമേറിയ 2.5 വർഷക്കാലത്തെ ജന്മശനിയാണ് 2025 മാർച്ചോടുകൂടി ഈ നക്ഷത്രക്കൂറുകാർക്ക് മാറാൻ പോകുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ അവരവർ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മദോഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ ഈ പുതുവർഷത്തിൽ മാറിപ്പോകുന്നതായിട്ടും ജീവിത സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. എല്ലാറ്റിനുപരിയായിട്ട് ദേവപ്രീതിയോടുകൂടി പല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ സാധിക്കുക, സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുക, ദൂരയാത്രകൾ ചെയ്യുന്നതിലൂടെ ശുഭാനുഭവങ്ങൾ നേടാൻ കഴിയുക, അതുപോലെ തന്നെ ഭൂസ്വത്തുക്കൾ വാങ്ങാനുള്ള ചില യോഗങ്ങളുണ്ട് തുടങ്ങി നിരവധി നല്ല നല്ല കാര്യങ്ങൾ 2025 കുംഭക്കൂറുകാർക്ക് വരാൻ പോകുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക ഇടപാടുകളിൽ 2025 കുംഭക്കൂറുകാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഏഴരശനി ഉണ്ട്. ആ ഏഴരശനിയുടെ അവസാനത്തെ 2.5 വർഷമാണ് 2025 മാർച്ച് 29 ശേഷം നടക്കുന്നത്. മാത്രമല്ല ഈ നക്ഷത്രക്കൂറിന്റെ 2ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ധന ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നു. എന്നതൊഴിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഭാഗ്യം തന്നെയാണ് കുംഭക്കൂറുകാരെയും 2025 കാത്തിരിക്കുന്നത്. നക്ഷത്രഫലം ഇപ്രകാരമാണ് എങ്കിലും ഒരു പരിധിവരെ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഏതൊക്കെ മാസങ്ങളിൽ സംഭവിക്കാമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ഗുണാനുഭവങ്ങൾ നേടാനും തൊഴിലിൽ പുരോഗതി നേടിയെടുക്കാനും ഒക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് 2025 സാധിക്കും. 2025 മാർച്ചിന് ശേഷം കുറച്ചും കൂടി നല്ല സമയമായിട്ട് തന്നെയാണ് പുതുവർഷഫലം കുംഭക്കൂറുകാർക്ക് കാണുന്നത്. ഇനി മീനക്കൂറുകാരെ കുറിച്ചാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രക്കാർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ 2025 സമ്മാനിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ നക്ഷത്രക്കൂറുകാരുടെ 4ാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ പുതിയ വീട് ലഭിക്കാനുള്ള ഭാഗ്യം വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ പുതിയൊരു സാഹചര്യത്തിലൂടെയാണ് ഈ നക്ഷത്രക്കൂറുകാർ ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ പോലും അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്കോ ജോലി സ്ഥലത്തേക്കോ ഒക്കെ എത്തിപ്പെടാനുള്ള യോഗങ്ങൾ 2025 മീനക്കൂറുകാർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗങ്ങളുണ്ട്. വീട് പണി മുടങ്ങിപ്പോയ ആളുകൾക്ക് പുനർനിർമ്മാണം ചെയ്യാനുള്ള നല്ലൊരു അവസരം 2025 വന്നു ചേരുന്നു. വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം 2025 ജനുവരിയിൽ തന്നെ നക്ഷത്രക്കൂറുകാർക്കുണ്ട്. മാർച്ചോടുകൂടി ചില ശുഭാനുഭവങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു. എന്നാൽ ഇവിടെ ഏഴരശനിയുടെ ഒരു ഭാഗമായ ജന്മശനി 2025 മാർച്ച് 29 തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരവർ ചെയ്യുന്ന കർമ്മത്തിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കള്ളം പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മടിയെ കൈവിടിയുക, എല്ലാറ്റിനുപരിയായിട്ട് നിയമപരമായ കാര്യങ്ങൾ കൊണ്ട് ദോഷം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിവയൊക്കെയാണ്. എന്നാൽ ജന്മശനി കാലത്തും ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നതായിട്ട് തന്നെയാണ് ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നത്. പ്രത്യേകിച്ച് വ്യാഴം ശുഭസ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ളതും മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരവും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ പഠനരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ കഴിയും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള മാർഗങ്ങൾ തെളിയും. അതുപോലെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള യോഗങ്ങളുണ്ട്. വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്
ശുഭകരമായ വിവാഹാലോചനകൾ വരും. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് യോഗഭാഗ്യങ്ങൾ ഉണ്ടാകും. അഥവാ സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന ദമ്പതികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുഭാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പല നല്ല കാര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. കാരണം ഈ നക്ഷത്രക്കൂറിന്റെ 10ാം ഭാവം എന്ന് പറയുന്നത് ധനുക്കൂറാണ്. ആ ധനുക്കൂറിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്ന ഒരു സമയമായിട്ട് 2025 മാറും. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ 10ാം ഭാവാധിപനായിരിക്കുന്ന കർമാധിപൻ തന്നെയാണ് നക്ഷത്രക്കൂറിന്റെ ആരൂഢ സ്ഥാനമായിരിക്കുന്ന 4ാം ഭാവത്തിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് കർമ്മരംഗത്തും ഭവന കാര്യങ്ങളിലും എല്ലാം ശുഭകാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാലയളവിലെ ബുധശുക്രന്മാരുടെ രാശിമാറ്റവും ഈ നക്ഷത്രക്കൂറുകാർക്ക് ചില മാസങ്ങളിൽ ഒരുപാട് ഭാഗ്യം വരുന്നതിന് കാരണമാവും. സമ്മാനാദികൾ ലഭിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പൊതുവിലെടുത്ത് പരിശോധിച്ചാൽ 2025 ജനുവരി മുതൽ മാർച്ച് വരെ ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു. ഇടയ്ക്ക് ചില കർമ്മ തടസ്സങ്ങൾ ഉണ്ട് എങ്കിലും തുടർന്ന് അങ്ങോട്ടേക്ക് വീണ്ടും ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് 2025 നക്ഷത്രഫലത്തിലൂടെയും കാണുന്നത്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടുമിക്ക നക്ഷത്രക്കൂറുകാരുടെയും ശുഭാനുഭവങ്ങളെക്കുറിച്ചും ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. എന്നാൽ അവരവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവരവരുടെ ജനനസമിതി അടിസ്ഥാനപ്പെടുത്തി ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാർക്ക് 2025 എന്ന പുതുവർഷം സമ്മാനിക്കുന്നത് കൂടുതലും ഭാഗ്യാനുഭവങ്ങളാണ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപകടങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ഓരോരുത്തരുടെയും ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ശുഭകരമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.